Thank you. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിവന്യ തിരുമേനി, ബഹുമാനപ്പെട്ട ഐസക് പ്രകാശ് അച്ഛൻ, വൈസ് പ്രസിഡന്റ് ഓഫ് MMES, മിസസ് സുനു കോശി, ജനറൽ സെക്രട്ടറി, ലിനി ശങ്കരത്തിൽ കൊച്ചമ്മ, ട്രഷറർ, ഈ മീറ്റിംഗ് നയിക്കുന്ന എലിസബത്ത് ആൻറ്റി, എന്നെ ഇതിനു വേണ്ടി പ്രത്യേകം ക്ഷണിച്ച സാലി കൊച്ചമ്മ, വെസ്റ്റ് റീജിയന്റെ ലീഡർഷിപ്പ് ആൻഡ് ഓൾ വന്യ വൈദികർ, വേറെ ഉണ്ടെങ്കിൽ വൈദികരും, ഓൾ മൈ സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റ്, എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ നിസ്സലനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ. Thank you, Isaac Achin, for the kind introduction. I thank the Lord Almighty for allowing me to share this forum with a very distinct and faithful group. This is a prayer meeting that has gone on for years now. വളരെയധികം ഫോക്കസോടെ മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരേ മനസ്സോടെ വരുന്ന ഒരു ഗ്രൂപ്പ് ഇതിലൊരു ദിവസം പങ്കെടുക്കുവാനിടയായ ആ വലിയ മഹത്വത്തിന് വേണ്ടി, ആ അവസരത്തിന് വേണ്ടി ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം സെയിന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 11 വേഴ്സസ് 28-30. നമുക്ക് വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ്. അതിൻ്റെ വലിയ തിയോളജിയിലൊക്കെ പോകുന്നതിലും കൂടുതലായിട്ട് തന്നെ അനുദിന ജീവിതത്തിൽ നമ്മൾ ആർജിച്ചെടുക്കേണ്ട ചില വെർച്യൂസിനെ പറ്റി സംസാരിക്കണം എന്ന് മാത്രമേ കർത്താവിൽ ശരണപ്പെടുന്നുള്ളൂ. I will read it in English and Malayalam. Saint Matthew chapter 11 verses 28-30. Come to me, all who labor and are heavy laden, and I will give you rest. Take my yoke upon you and learn from me, for I am gentle and lowly in heart, and you will find rest for your souls. For my yoke is easy and my burden is light. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾ ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. അമ്മേ, തുടങ്ങുന്നതിന് നമുക്കൊന്ന് ലൈറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സ്റ്റാർട്ട് വിത്ത് എ ഫൺ ക്വസ്റ്റ്യൻ. നമ്മൾ വെർച്വലി ഒരു റൂമിലായി പോയിരിക്കുന്നത്, ബട്ട് പ്രിറ്റൻഡ് വി ആർ ഓൾ ഇൻ ദ സെയിം റൂം ലുക്കിംഗ് അറ്റ് ഈച്ച് അതർ. ഇഫ് ഐ ആസ്ക്ഡ് യു ടു ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ് വിത്ത് 3 words that best describes you, അധികം ചിന്തിക്കാതെ ഫസ്റ്റ് വരുന്ന 3 വാക്കുകൾ എവിടെയെങ്കിലും കുറിച്ചിട്ടാട്ടെ, അല്ലെ മനസ്സിൽ കുറിക്കുക. ആരെങ്കിലും ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ചാറ്റിൽ നിന്നിട്ടാൽ moderator can read it out to me. I will appreciate it. 3 words that describes you best. ഒരുപാട് പ്രാവശ്യം ഇന്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ ഈ ചോദ്യം ഞാൻ ആൻസർ ചെയ്തിട്ടുള്ള, ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. I will always put them at ease and say, don't think too much, just say what comes to your mind first. Take a minute. I am hardworking and humble mind. Hey. Anything else? Okay, thank you. ഞാനും എന്നോട് ഈ ചോദ്യമൊക്കെ ചോദിച്ചിട്ടുള്ളപ്പം കൂടുതൽ പറയുന്ന വാക്കാണ് ഹാർഡ് വർക്കിംഗ്, ലോയൽ, പെർസിവിയറിംഗ്, റെസിലിയന്റ്, ഇങ്ങനത്തെ വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. Now let's come and look at each verse separately. Come to me, all you labor and are heavy laden, I will give you rest. റെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വാക്കായില്ലേ? പ്രത്യേകിച്ചും സ്ത്രീകൾക്ക്. വുമൻസ് വർക്ക് ഇസ് നെവർ ഡൺ, വി ആർ ഓൾവേസ് റണ്ണിങ് അറൗണ്ട്. സോ റെസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ ഒരു അട്രാക്ഷൻ ഉണ്ട്. ദിസ് ഈസ് an invitation to follow the path of God. എന്തുവാ ലേബർ? അധ്വാനം. ഭാരം എന്തുവാ? അധ്വാനം എന്തുവാ? ലേബേഴ്സ് ഓഫ് ദിസ് ലൈഫ്. അത് ഫിസിക്കലാകാം, ജോലികളാകാം, മെന്റൽ ഇമോഷണൽ സ്ട്രെയിൻ ആയിരിക്കാം നമ്മുടെ ബേർഡൻ. സ്പിരിച്വൽ വർക്ക് ഉണ്ട്, ലേബർ, സ്പിരിച്വൽ വർക്ക് ടുവേർഡ്സ് സാൽവേഷൻ. നമ്മുടെ ആത്മാക്കളുടെ ആശ്വാസമാണ് കർത്താവിനകത്ത് പറയുന്നത്.
എന്നാൽ നിങ്ങളുടെ ആത്മാവ് ആശ്വാസം കണ്ടെത്തുമെന്നാണ് പറഞ്ഞേക്കുന്നത്. So it definitely is talking about salvation. So our burdens may be burdens of daily living, burdens of sin, sorrow, sickness. Come to him. Come to the Lord. He's inviting you. Come to him as you are. Come with your yoke. Seek the Lord. Repent. We can cast all the burdens and gain inner peace. ഈ ഇൻവിറ്റേഷനകത്ത് 3 പാർട്സാണ് ഉള്ളത്. ഒന്ന് 3 വാചകവും വായിക്കുന്നുണ്ട്, വാക്യം വായിക്കുന്നുണ്ട്. ഒന്ന് വാട്ട് ടു ഡു, ഹൗ ടു ഡു ഇറ്റ്, ആൻഡ് ദെൻ വാട്ട്സ് ദി ഔട്ട്കം ഓഫ് ഇറ്റ്. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് വാട്ട് ടു ഡു. നമ്മളെല്ലാവരും അധ്വാനിക്കുന്നവരാണ്, എല്ലാവരും ഭാരപ്പെടുന്നവരാണ്. എസ്പെഷ്യലി ഈ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഒരുപാട് ഭാരങ്ങളും ഒരുപാട് ബേർഡനും ഒരുപാട് ആവശ്യങ്ങളുമായിട്ട് കർത്തൃസന്നിധിയിൽ വരുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പൊ എങ്ങനെ വരണം, എങ്ങനെ നമ്മളുടെ ബേർഡൻസുമായിട്ട് ജീവിക്കണം, വാട്ട് ഈസ് പുള്ളിങ് യു ഡൗൺ, വാട്ട് ഈസ് ദ വെയിറ്റ്. നമ്മൾ പറയത്തില്ലേ, ചിലപ്പോൾ പറയും സോ ആൻഡ് സോ ഐ ഹാവ് ദ വെയിറ്റ് ഓഫ് ദ വേൾഡ് ഓൺ മൈ ഷോൾഡേഴ്സ് എന്ന് പറയാം. അല്ലെ ചിലരെ നോക്കിയിട്ട് അങ്ങനെ പറയും. ആ ഭാരപ്പെടുന്നതെല്ലാം നമ്മുടെ ഷോൾഡറിലോട്ടാണ് സാധാരണ പോകുന്ന സ്ട്രെസ്. അപ്പം വാട്ട് ടു ഡു, കർത്താവ് പറയാണ്, ടേക്ക് മൈ യോക്ക്. നുകത്തിന്റെ ഇമേജ് നമുക്കെല്ലാം അറിയായില്ലേ, നാട്ടിൽ നിന്ന് വന്നവർക്കെല്ലാം കാള കൂട്ടുന്ന കണ്ടിട്ടുണ്ട്. കാളയും വണ്ടിയും പോകുന്നത് കുറച്ച് പേരെയൊക്കെ കണ്ടു കാണും, ചെറുപ്പക്കാരല്ലാത്തവരൊക്കെ. ഞാൻ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ. സോ എന്തോ നുകം ചെയ്യുന്നത്, ഇറ്റ്സ് യൂസ്ഡ് ആസ് എ മെറ്റഫോർ ഹിയർ. ഇറ്റ് റെപ്രസെന്റ്സ് എ ബർഡൻ ഓഫ് ബോണ്ടേജ് വൺ മേ ബി എക്സ്പീരിയൻസിങ്. കർത്താവ് ഇത് പറയുന്ന ആ സമയത്ത് അടിമത്തത്തിന്റെ നോത്തിന് കീഴിൽ ജീവിക്കുന്ന ഒരു യഹൂദ ജനത്തോടാണ് ഈ പറഞ്ഞത്. റോമ സാമ്രാജ്യത്തിന്റെ അടിമത്തം, അതിനു മുമ്പ് അവരുടെ ചരിത്രത്തിൽ തന്നെ ഇസ്രായേലിലെ അടിമത്തം, ഇതെല്ലാം ഇരുന്നു. What is a yoke? It's a wooden frame that is used to keep 2 animals together. So together they can pull either a plow or a cart. When the strength of the 2 animals is used to pull the load, that would lighten the burden a little bit. ഒരാൾ തന്നെ വലിക്കുന്നതിനേക്കാളും ഭാരക്കുറവുണ്ട് when you are yoked with one other person. അത് മാത്രമേ ഉള്ളൂ. ഇവരെ ബന്ധിപ്പിക്കുന്ന ഒരു ചരടുണ്ട്, ഒരു ഹാർഡ്നെസ്. Constraining hardness keep the oxen, the animals moving according to the farmer's will. Jesus is asking us today to take his yoke upon us. What does that mean? Obey his commandments, obey the gospel of Christ, and submit to his higher will. So if you're yoked with Christ, obviously your burden should be less. ഇതിന്റെ അർത്ഥം ബേസിക്കലി കർത്താവിന് കൺട്രോൾ വിട്ടുകൊടുക്കുക എന്ന് മാത്രമാണ്. നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം പരിപൂർണമായി കർത്താവിനെ ഏൽപ്പിക്കുന്നതിനാണ് എൻ്റെ നുകം ഏറ്റുകൊള്ളുവിൻ എന്ന് പറയുന്നത്. പറയാൻ എളുപ്പവും ചെയ്യാൻ ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ്. നമ്മളെല്ലാവരും കൊടുക്കും, പ്രാർത്ഥിക്കുന്നിടത്ത് ചെന്നിരുന്നിട്ട് പറയും, കർത്താവെ എല്ലാം ഞാൻ തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു, കർത്താവത്തിൽ സമർപ്പിക്കുന്നു എന്ന് പറയും, എല്ലാം കൊടുക്കും, സമാധാനത്തോടെ എഴുന്നേറ്റ് വരും. പിന്നെയും 2ാമത്തെ ദിവസം ചെന്ന് തന്നെ പറയും, കൊടുക്കും തിരിച്ചെടുക്കും, കൊടുക്കും തിരിച്ചെടുക്കുക നമ്മൾ ചെയ്യുന്നത് സാധാരണ. എന്നെ പോലുള്ളവരൊക്കെ അതാ ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി സബ്മിറ്റിംഗ് ടു ഹിസ് ഹയർ വിൽ ടോട്ടലി ആൻഡ് കംപ്ലീറ്റ്ലി ഇസ് the hardest task, but that's the expectation if you are to go anywhere, if you are to reach your salvation, the end point. ക്രിസ്തുവിനെ നോക്കി, കർത്താവിനെ നോക്കി നിത്യതയിലേക്കുള്ള യാത്രയിൽ ഈ കംപ്ലീറ്റ് സറണ്ടർ ഇല്ലാതെ നമ്മൾ ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ വരുമ്പോഴും കംപ്ലീറ്റ് സറണ്ടർ ഇല്ലാതെ നമുക്ക് പറ്റില്ല. സോ ഈ അവസ്ഥ എന്തുവായത്? ഇറ്റ് ഈസ് ബീയിങ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിലായിരിക്കുന്നതും ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നതുമായ ഒരവസ്ഥയ്ക്കാണ് ബീയിങ് യോക്ഡ് വിത്ത് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. ക്രിസ്തുവിലായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടി. അത്ര ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നത് കോൺസ്റ്റന്റ്ലി ബീയിങ് ഇൻ കമ്മ്യൂണിയൻ വിത്ത്, ആസ്കിങ് ഹിസ് കൗൺസിൽ, സീക്കിംഗ് ഹിസ് കൗൺസിൽ. സോ when we are staying yoked to the Savior,
കർത്താവിന്റെ നുകത്തിന് കീഴിലായിരിക്കുമ്പോൾ കർത്താവ് ഡയറക്ഷൻ നിയന്ത്രിക്കുന്നേ. Christ's yoke is balancing our burdens and making it easier for us to manage. എന്ന് പറഞ്ഞാൽ ഈ ചരട് നിയന്ത്രിച്ച് എങ്ങോട്ടാ പോകേണ്ടതെന്നുള്ള ഡയറക്ഷൻ കർത്താവിൻ്റെ കയ്യില്ല. ചരട് മാത്രമല്ലല്ലോ, വണ്ടിക്കാരൻ്റെ കയ്യിൽ സാധാരണ ഒരു വടിയും കൂടെ കാണും, ഇടയ്ക്ക് ഒരു കൊട്ടുണ്ട്, പറയുന്ന വഴിക്ക് പോയില്ലെങ്കിൽ ഒരു അടിയും കൂടെ കൊടുക്കും. ഇതൊക്കെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും വരുന്നതാണല്ലേ. സോ ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ഇറ്റ് ഈസ്, നമ്മളൊക്കെ കാർ ഓടിക്കുന്നവരാണ്, വണ്ടി കയറിയിരുന്ന് സ്റ്റിയറിംഗ് വീലിൽ നിന്ന് 2 കൈയും വിട്ടിരിക്കുന്ന അവസ്ഥയ്ക്കായി പറയുന്നത് യോക്ഡ് വിത്ത് ക്രൈസ്റ്റ്. സാധിക്കുമോ? എനിക്കിത് പറ്റിയിട്ടുണ്ട്. ഞാനൊരു ഫ്രണ്ടിനെ ഉപദേശിച്ചു, 2 കൈ അങ്ങ് വിട്ടേരെ സ്റ്റിയറിംഗ് വീലിൽ നിന്ന്, മൊത്തം വിട്ടേരെ എന്നാൽ മാത്രമേ സമാധാനം കിട്ടത്തുള്ളൂ. ആ പാവം കൊച്ച് അതെല്ലാം അതുപോലെ ചെയ്തു. വളരെ കർത്താവിനോട് ഒരുപാട് അടുത്ത് വളരെ വിശുദ്ധിയോടുകൂടി ജീവിക്കുന്നു. അച്ഛനെ അസുഖമൊക്കെ തുടങ്ങിയപ്പോഴ്, ചെറുതായിട്ട് സിംറ്റമൊക്കെ വന്നപ്പോഴ് ഞാൻ ഈ പുള്ളിക്കാരത്തിയോട് പറഞ്ഞു, സംതിങ് ഈസ് ഹാപ്പനിങ് ടു അച്ഛൻ, വി ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്, ഐ ആം ജസ്റ്റ് സോ വറീഡ്, പ്രേ ഫോർ മീ. ആൻഡ് ഐ ഗോട്ട് ദ റൈറ്റ് റിപ്ലൈ. ഷീ സെഡ്, എന്നോട് അന്ന് പറയുന്നേ, എന്നെ കൈവിടാൻ പഠിപ്പിച്ച ആളാന്നോ എന്നോട് പറയുന്നേ, ഡോണ്ട് വറി, യു വിൽ ബി ഫൈൻ. കേട്ട് ചിരിക്കാൻ മാത്രമല്ല നമുക്ക് പറ്റത്തുള്ളൂ, പക്ഷേ got that reminder for me. So if you want your burdens lightened, മൊത്തം കൺട്രോളും വിട്ടുകൊടുക്കണം. എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചാൽ, കണ്ണടച്ച് ചൈൽഡ് ലൈക്ക് ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്. ഒരു കുഞ്ഞ് ഒരമ്മയെ എങ്ങനെ ആശ്രയിക്കുന്നു, ആ ലെവലിൽ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉള്ളപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ്റെ ഇഷ്ടപ്രകാരം നടത്തിക്കൊള്ളും, അവൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എന്നെ നീക്കിക്കൊള്ളും എന്നുള്ള വിശ്വാസം. സോ 3 വാക്കുകൾ ഞാനിവിടെ പറയാൻ നോക്കുന്നേ. ഈ വിശ്രമം, ഈ ആശ്വാസം വരുന്നത് when we trust in the Lord, T, when we accept his authority, A, over our life and give him total control. So it's TAC. Trust him, accept his authority over our life and give him total control of our life. When you do this, no matter how big your problem, it naturally becomes lighter. നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു കൈ നമ്മുടെ മുമ്പിലും പുറകിലും എപ്പോഴും ഉണ്ട്. പുരാതനായ ദൈവം നിന്റെ സങ്കേതം, കീഴ് ശാശ്വത ഭുജങ്ങളുണ്ടെന്നുള്ള ഒരു ബോധം എപ്പോഴും നമ്മളെ ഭരിക്കുമ്പോൾ ഒന്നും അധികം നമ്മളെ വറിയത്തില്ല. നമ്മൾ ആ വിശ്വാസത്തിൽ മുമ്പോട്ട് പൊക്കൊള്ളും. Now it is the how. The how is called to imitate Christ. Learn from me, for I am gentle and lowly in heart. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിക്കും. ഈ 2 വാക്കുകളാണ് എന്നെ അട്രാക്ട് ചെയ്തിട്ട് വളരെയധികം ആകർഷിച്ചിട്ട് ഇത് ഇന്നത്തെ ചിന്തക്കെടുക്കാൻ പ്രേരിപ്പിച്ചത്. സത്യം പറയുകയാണെങ്കിൽ പല പ്രാവശ്യം വായിച്ചിട്ടുള്ള ഒരു വേദഭാഗം. ഒരിക്കലും ഈ 2 വാക്കുകൾ എൻ്റെ ശ്രദ്ധയിൽ കാര്യമായിട്ട് പെട്ടിട്ടില്ല. അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വിശ്രമത്തോടും ബേർഡൻ ലൈറ്റ് ആവുന്നതിനോടും ഒക്കെ ആയിരുന്നു താല്പര്യം. നമുക്ക് വേണ്ടുന്ന സാധാരണ നമ്മളെല്ലാം പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു ലോണ്ടറി ലിസ്റ്റ് ഓഫ് ഐറ്റംസ് കൊണ്ടാണല്ലോ. അതിലാ ശ്രദ്ധ പോയത്. ഈ 2 വാക്കുകളിൽ ശ്രദ്ധ പോയത് അടുത്ത കാലത്ത്. ഐ സ്റ്റാർട്ടഡ് ടു റീഡ് POC ബൈബിൾ. ഒരു ഡിഫറെന്റ് ശ്രദ്ധ കൂടുതൽ വരാൻ, ഡിഫറെന്റ് ലാംഗ്വേജിനും നല്ല ഭാഷയായതുകൊണ്ട് POC ബൈബിളിൽ ഇത് വായിക്കുന്നത് ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകുന്നു. പെട്ടെന്ന് തന്നെ അത് ക്ലിക്ക് ചെയ്തു. ഇത് പെട്ടെന്ന് കണക്ട് ചെയ്തു. കുറെ കാലമായിട്ട് താല്പര്യത്തോടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം, ക്രിസ്തുയേശുവിന്റെ മനോഭാവം. The mind that was in Christ, let it be in you. Philippians 2:5. Philippians chapter 2 verse 5. Let the mind be in you, which was also in Christ Jesus. ഇത് 2 കൂടെ ചേർത്താ നമ്മൾ നോക്കേണ്ടത്. ലേൺ ഫ്രം മീ, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാണ്, അതുകൊണ്ട് എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കണം. അപ്പൊ ഈ സൗമ്യതയും താഴ്മയും ആണ് ക്രിസ്തുവിന്റെ ഭാവം. പൗലോസ്ലീഹ ഇത് പറയുന്നു, പക്ഷെ കർത്താവ് നേരിട്ട് നമ്മളോട് പറയുകയാണ്, ഇൻവിറ്റേഷൻ ടു ഇമിറ്റേറ്റ് ക്രൈസ്റ്റ്. നോക്കി പഠിക്കാനാ പറയുന്നത്. നമ്മൾ മക്കളോടൊക്കെ നോക്കി പഠിക്കാൻ പറയാം, അപ്പുറത്തെ കൊച്ചിനെ നോക്കി പഠിക്കുക, അല്ലെ ഭാര്യ ഭർത്താവിനോട് പറയാം എന്നാളെ നോക്കി പഠിക്കുക. നമുക്ക് നോക്കാൻ ഒരാൾ മാത്രമേ ഈ ലോകത്തിലുള്ളൂ, കർത്താവ്.
മനുഷ്യവേഷം എടുത്തു വന്ന് മനുഷ്യനായി ജീവിച്ച് നമ്മളെ ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. That's what he is saying. Just look at me and learn from me. I lived on the earth just like you are living. എനിക്ക് എൻ്റെ ജീവിതത്തിൽ, കർത്താവിൻ്റെ ജീവിതത്തിൽ തുടങ്ങിയ കാലം മുതൽ കഷ്ടതയും പ്രയാസവും പട്ടിണിയും നിന്ദയും പരിഹാസവും ഒക്കെ ഉള്ളായിരുന്നു. ഇതെല്ലാം സഹിച്ച് ജീവിച്ചു. സോ വിത്ത് ഓൾ ദാറ്റ് ഹി ഈസ് സേയിങ്, ഐ ആം ജെന്റിൽ ആൻഡ് ഹംബിൾ. സോ ഈ രണ്ട് കോൺസെപ്റ്റാണ് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. Let us try and understand the mind of Christ that's being spoken here. Gentleness is same as weakness. So let's stop a minute and think. നിങ്ങൾ എല്ലാവരും 2-3 വാക്ക് എഴുതി കാണുമല്ലോ. എത്ര പേര് നിങ്ങൾ എഴുതിയോ ഞാൻ താഴ്മയുള്ള ആളാണ്, ഞാൻ ജെന്റിലാണ്, ശാന്തശീലമുള്ള ആളാണ്, ശാന്തതയുള്ള ആളാന്ന് എഴുതിയവർ എത്ര പേരുണ്ട്? Is that something that comes to us naturally? Or is it something that we are still trying to get or achieve completely? നമ്മൾ ആ ഒരു പാത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണോ? Something for you to reflect. അനുദിന ജീവിതത്തിൽ നമ്മൾ വളർത്തിയെടുക്കേണ്ട 2 ക്രിസ്തുഭാവങ്ങളാണിത്. ഈ മീക്ക്നെസ്, ഹ്യൂമിലിറ്റിയും പറയുന്നതിനകത്ത് എല്ലാം തന്നെ അടങ്ങിയിരിക്കുന്നു. ക്രിസ്തുവിന്റെ ഭാവം എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് മനസ്സിൽ ഓർക്കുന്നത് കമ്പാഷനറ്റ് ലവ് ആണ്, സാക്രിഫൈസ് ആണ്. All of that is sort of contained in these 2 words. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തില് 7 ഞാനാകുന്നു, I am statements ഉണ്ട്. I am the light of the world, I am the bread of life, all of that. ആ 7 I am കർത്താവിന്റെ ഡിവിനിറ്റിയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നെങ്കിൽ, ഈ ഭാവം കർത്താവിന്റെ ഹ്യൂമാനിറ്റിയെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. മനുഷ്യപുത്രൻ മനുഷ്യനായി ജീവിച്ച കർത്താവിന്റെ ഹ്യൂമാനിറ്റിയെ നമുക്ക് അനുകരിക്കാനുള്ളത്. മറ്റേത് നമ്മള് കർത്താവ് ആരാണെന്ന് വെളിപ്പെടുത്തി തരുന്നു, ഡിവിനിറ്റിയെ വെളിപ്പെടുത്തി തരുന്നതാണെങ്കിൽ ഇത് കർത്താവിന്റെ ഹ്യൂമാനിറ്റിയുടെ വെളിപ്പെടുത്തി തരുന്ന, അല്ലെ നമുക്ക് കാണിച്ചു തരുന്നതാണ്. What is gentleness? Oxford Dictionary defines gentleness as the quality of being kind, tender, mild-mannered. Bible Dictionary, sensitivity of disposition, kindness of behavior, founded in strength, prompted by love. സാധാരണ ഇത് കേട്ടാൽ നമ്മൾ തോന്നി ജെന്റിൽനെസ് എന്ന് പറയുന്ന ഒരു വീക്ക്നെസ് ആണ്. നമ്മൾ പിള്ളേരോട് കുറെ മിഴക്കരായിരിക്കണം, സെൽഫ് എസ്റ്റീം വേണം, അതൊക്കെ പറയും. ദിസ് ഈസ് ഓൾ ഓഫ് ദാറ്റ്. സൈക്കോളജിയിൽ ഈ ക്യാരക്ടറിനെ പറയുന്നത് ഇറ്റ്സ് എ ക്യാരക്ടർ സ്ട്രെങ്ത് കോൺസ്റ്റലേഷൻ. നമ്മൾ കോൺസ്റ്റലേഷൻ ഓഫ് സ്റ്റാർസ് എന്നൊക്കെ പറയത്തില്ലേ, ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് വെർച്യൂസ് ടുഗെദർ, കളക്ഷൻ. അതിൽ 3 കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. ഹ്യൂമിലിറ്റി, ലാക്ക് ഓഫ് അവർ ഈഗോ, നമ്മുടെ അഹം ഇല്ലാതാവുന്ന ഒരവസ്ഥ. ബീയിങ് ക്വിക്ക് ടു ലെറ്റ് തിങ്സ് ഗോ, എബിലിറ്റി ടു ഫോർഗിവ്, സോഫ്റ്റ് സപ്പോർട്ടീവ് ഡിമീനർ ഓർ കൈൻഡ്നെസ്. കൈൻഡ്നെസ്, ഫോർഗിവ്നെസ് ആൻഡ് ഹ്യൂമിലിറ്റി, ഇത് 3ഉം കൂടെ ചേരുന്നതാണ് ജെന്റിൽനെസ് എന്ന് പറയുന്നത്. But it is rooted from compassionate love. Gentle people usually are very empathetic. They're grounded in their emotions. They have a high degree of openness. ഈ ജെന്റിൽനെസ്സിന്റെ ഓപ്പോസിറ്റ് എന്തുവാ? മലയാളത്തിൽ പറഞ്ഞാൽ ജെന്റിൽനെസ്സിന് ശാന്തശീലം, അതിന്റെ ഓപ്പോസിറ്റ് എന്തോ? പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ആങ്കർ ആയില്ലേ? It is an attitude of being content with both honor and dishonor. നമ്മളെ ആരും മാനിച്ചാലും മാനിച്ചില്ലേലും നമ്മൾ ഓക്കെയാണ്. Meek people are God controlled and have mastery over their emotions, especially anger. ഗിരിപ്രഭാഷണത്തിൽ പറയുന്നുണ്ട്, Blessed are the meek, for they shall inherit the earth. അവർ ഇൻഹെറിറ്റ് ചെയ്യുന്ന എർത്ത് എന്തുവാ? സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ഈ ലോകത്തിലെ ഭൂമിയും സമ്പത്തുമാണോ പറയുന്നതല്ല, വരുവാനിരിക്കുന്ന ലോകത്തിലെ വെളിപാട് പുസ്തകത്തിൽ പറയുന്ന പുതിയ ലോകത്തെ പറ്റിയാണ് പറയുന്നത്. മീക്ക് സ്പിരിറ്റ് ഉള്ളവർക്ക് മറ്റുള്ളവർ നമ്മളെ കുറ്റം പറഞ്ഞാലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. വി വിൽ ഗോ ഓൺ. നമ്മളെ ആരും ഉയർത്തി കാണിക്കണമെന്നോ എക്സാൾട്ട് ചെയ്യണമെന്നോ ഒന്നുമില്ല. നന്മ ചെയ്യുന്നതിലാണ് നമ്മൾ തൃപ്തി കണ്ടെത്തുന്നത്. മീക്ക്നെസ് കീപ്സ് യു യോക്ക് പ്ലസന്റ്. നൗ വാട്ട് ഈസ് ഹ്യൂമിലിറ്റി? ഹ്യൂമിലിറ്റി ഓൾറെഡി മീക്ക്നെസ്സിന്റെ ഒരു പാർട്ടാണ്.
ഹ്യൂമിലിറ്റിയെ പറ്റി വെബ്സ്റ്റർ ഡിക്ഷണറി പറയുന്നത് ഇറ്റ് ഈസ് ദ ഫ്രീഡം ഫ്രം പ്രൈഡ് ആൻഡ് അറഗൻസ് എന്ന് പറഞ്ഞാൽ അഹന്ത, ധാർഷ്ട്യം, അഹങ്കാരം ഒന്നും ഇല്ലാത്തൊരവസ്ഥയ്ക്കാണ് ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അഹം ഇല്ലാതായി നമ്മൾ അതർ ഫോക്കസ് ലൈഫ് ആവുന്നതാണ്. ആറ്റിറ്റ്യൂഡ് ഓഫ് സ്പിരിച്വൽ മോഡസ്റ്റി. ബൈബിൾ പറയുന്നത് പ്രാക്ടീസസ് ഓഫ് മീക്ക്നെസ് ഈസ് ഒബീഡിയൻസ് ടു ഗോഡ്, റെസ്പെക്ട് ഫോർ സെൽഫ് ആൻഡ് അതേഴ്സ്, സബ്മിസീവ്നെസ് ആൻഡ് മോഡസ്റ്റി, സീയിങ് അതേഴ്സ് ബെറ്റർ ദൻ യുവർ സെൽഫ്. ഹ്യൂമിലിറ്റിയിൽ ഒരു സാധാരണ പറയുന്നത് മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠൻ എന്ന് വയോസേൻ പറഞ്ഞിട്ടുണ്ടില്ലേ. C.S. ലൂയിസ് പറഞ്ഞേക്കുന്നത് ഹ്യൂമിലിറ്റി ഈസ് നോട്ട് തിങ്കിങ് ലെസ് ഓഫ് യുവർ സെൽഫ് ബട്ട് തിങ്കിങ് അബൌട്ട് യുവർ സെൽഫ് ലെസ്. നമ്മളെ താഴ്ത്തി കാണുന്നത് മാത്രമല്ല, നമ്മളെ പറ്റി അധികം ചിന്തിക്കാതിരിക്കുന്ന അവസ്ഥയ്ക്കാണ്. പറഞ്ഞാൽ സെർവിങ് ഗോഡ് ആൻഡ് സെർവിങ് അതേഴ്സ്. മദർ തെരേസ ഹ്യൂമിലിറ്റിയെ പറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. വളരെ ഹമ്പിളായിട്ട് നമ്മുടെ നാട്ടിൽ വന്ന് ജീവിതം നയിച്ച ആ അമ്മ പറയുന്നത് എങ്ങനെയാണ്: ഹ്യൂമിലിറ്റി ഈസ് ദ മദർ ഓഫ് ഓൾ വെർച്യൂസ്, purity, charity, and obedience. It is in being humble that our love becomes real, devoted, and ardent. If you are humble, nothing will touch you, neither praise nor disgrace, because you know what you are. 1 Peter 5, chapter 5, verses 5 and 6. ഇങ്ങനെ പ്രകാരം പറയുന്നുണ്ട്: ബി ക്ലോസ്ഡ് ഇൻ ഹ്യൂമിലിറ്റി, ഹംബിൾ യുവർ സെൽഫ് അണ്ടർ ദ മൈറ്റി ഹാൻഡ് ഓഫ് ഗോഡ്. നമുക്ക് കർത്താവിനെ നോക്കി പഠിക്കാനാണല്ലോ നമ്മൾ പറഞ്ഞേക്കുന്നത്. എന്നെ നോക്കി പഠിക്കാൻ കർത്താവ് പറഞ്ഞു. നോക്കുമ്പോൾ ഹ്യൂമിലിറ്റിയുടെ ബെസ്റ്റ് എക്സാമ്പിൾ എന്തുവാണ്? ദാസവേഷം എടുത്ത് മനുഷ്യനായി സകലത്തിൻ്റെയും സൃഷ്ടാവ് സ്വയം നമ്മളെ അടുത്ത് പരിചയപ്പെടുത്തുവാണ്: ഞാൻ ഹമ്പിളാണ്, ഞാൻ ജെന്റിലാണ്. ആ ഹമ്പിളും ജെന്റിലുമായിട്ടുള്ള ആയ സ്വഭാവത്തിൽ ദാസവേഷം എടുത്തു ശിഷ്യന്മാരുടെ പാദം കഴിയും. ഇതിലപ്പുറം ഹ്യൂമിലിറ്റി നമുക്ക് കാണിച്ചു തരണ്ടല്ലോ. ദാറ്റ് മീൻസ് ഇൻ അവർ ലൈഫ് ദർ ഇസ് നത്തിങ് ബിയോണ്ട് അസ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ജോലി ചെയ്താലും ഏത് ജോലിയും നമുക്ക് ബിയോണ്ട് അല്ല. എല്ലാവരും ഒരുപോലെയാണ്. നമ്മുടെ കീഴ് ജോലി ചെയ്യുന്നവരും മേള് ജോലി ചെയ്യുന്നവരും. വി ആർ ഓൾ ചിൽഡ്രൻ ഓഫ് ഗോഡ്. We can have a fellowship. We can have mutual respect. Nobody is beneath anybody. അടുത്ത ഹ്യൂമൻ എക്സാമ്പിൾ പറയുവാണെങ്കിൽ പരീശനും ശാസ്ത്രിയും കൂടെ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയ ഒരു ഉപമയുണ്ടല്ലോ. ലൂക്ക് ചാപ്റ്റർ 18 verses 9-14. രണ്ടുപേരും പ്രാർത്ഥിക്കാൻ പോയത്, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ പോയത് രണ്ടുപേരും. They went up to the temple. അപ്പം എന്ന് പറയാൻ ഹൃദയം ഉയർത്തി പ്രാർത്ഥിക്കാനാണ് പോയത്. What's the difference between the two? Pharisee was consumed with everything he is doing right. So he's making a case before God. ഞാൻ ഇയാളെ പോലെയല്ല, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുന്നു, ഞാൻ ആരെയും മോഷ്ടിച്ച് പൈസ എടുക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണമെന്ന്. What is lacking there? He is lacking in self-awareness. ഹ്യൂമിലിറ്റിയുടെ ഒരു പാർട്ടാണ് ബീയിങ് സെൽഫ് അവെയർ. ഈസ് ഓവർവെൽംഡ് വിത്ത് പ്രൈഡ് ആൻഡ് സെൽഫ് റൈച്ചസ്നെസ്. whereas the publican is self-aware and he judged himself to be unworthy and guilty. കർത്താവ് നമ്മളെ നോക്കുമ്പോൾ ഹൃദയം കാണുന്ന കർത്താവ് ഏതാണ് ആഗ്രഹിക്കുന്നത്? നമ്മുടെ റിപ്പന്റ് ചെയ്യുന്ന ഒരു പാപി, മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കർത്താവ് നോക്കുന്നത്. എത്ര നല്ല പ്രവൃത്തികൾ ചെയ്താലും യഥാർത്ഥ മാനസാന്തരം ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് യാതൊരു പ്രയോജനമില്ല. Pride comes from the devil and humility is the virtue of angels. So when we become more and more humble, we are in the company of angels. നമ്മൾ ഹമ്പിൾ ആണോ നമ്മളങ്ങനെ അറിയുന്നേ? How do we know if we have humbleness and meekness? ഒരു നിമിഷം നമ്മുടെ ജീവിതത്തെ പറ്റി ഒന്ന് ധ്യാനിക്കുക. നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങൾ, നമ്മളോട് ഇടപെടുന്നവർ, നമ്മുടെ മക്കള്, നമ്മുടെ ജീവിത പങ്കാളി, നമ്മളുടെ ക്ലോസ് സർക്കിൾ, ഫാമിലി, ഫ്രണ്ട്സ്, co-workers, church members. Look deeply within your heart. When you think of each of them,
How do you think about them? What comes first? ആദ്യം വരുന്ന സ്നേഹമാണോ, അതോ പരാതിയും പരിഭവങ്ങളുമാണോ, അതോ ഒരാളെ പറ്റിയുള്ള ഒരു ജഡ്ജ്മെന്റ് ആണോ, അവൻ എങ്ങനെ അവൾ അങ്ങനെ? That's one. Are you judging others? Are you able to see good in others? നമ്മുടെ ക്ലോസ് സർക്കിളിനെ നോക്കുമ്പോൾ, മക്കളായിക്കോട്ടെ, ജീവിത പങ്കാളി ആയിക്കോട്ടെ, നമ്മൾ നോക്കുമ്പോൾ അവരുടെ നന്മ ആദ്യം കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഓർക്കുന്ന ഒരു പാട്ടാണ്, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പാട്ടാണ്, വിനയമുള്ളൊരു ഹൃദയം എന്നിൽ. അത് മർത്തോമ സഭയിലെ സാജൻ മാത്യു അച്ഛൻ, ഫേമസ് ആയിട്ടുള്ള ഒരു മഴയും തോരാതിരുന്നിട്ടില്ല എഴുതിയ അച്ഛൻ വളരെ കാലങ്ങൾക്ക് മുമ്പ് എഴുതിയൊരു പാട്ടാണ്. വിനയമുള്ളൊരു ഹൃദയം എന്നിൽ മെനഞ്ഞിടയണമേ ദൈവമേ, അനുദിനം നിൻ ഭാവം എന്നിൽ വളരുവാൻ കനിയണേ, കൃപ ചെയ്യണേ, നിഗളം എൻ്റെ നയനങ്ങൾ മൂടി ഇരുളിലാക്കിയ ജീവിതം. ആ പാട്ടൊന്ന് പാടണം, ഇടയ്ക്കൊന്ന് കേൾക്കണം. കംപ്ലീറ്റ്ലി ടോക്സ് അബൌട്ട് ഹൗ we are going away from where we are supposed to be, what is meant of us. അടുത്ത ഒരു ചെക്ക് ലിസ്റ്റ് ഉള്ളത്, are you ready to admit when you are wrong? നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ I made a mistake എന്ന് പറയാനുള്ള ധൈര്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഹ്യൂമിലിറ്റി ഉണ്ട്. ഹ്യൂമിലിറ്റി ഇല്ലാത്തവർക്ക് അത് പറയാനൊക്കത്തില്ല. When you are with people, do you listen more than you talk? That's another one. മദർ തെരേസയ്ക്കാണെങ്കിൽ ഒരു ഹ്യൂമിലിറ്റി ലിസ്റ്റ് തന്നെയുണ്ട്, അത് ഞാൻ പിന്നെ വായിച്ചു കേൾപ്പിക്കാം. How do you cultivate humility and meekness? See yourself as God sees you. Humility comes from living relationship with God. Live as if you are under the eyes of the Lord. അതാണ് ഫസ്റ്റ് പീറ്റർ പറഞ്ഞത്. കർത്താവ് നോക്കുന്നുണ്ട്, കൂടെയുണ്ട്, ആ കണ്ണിനടിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഒരു ബോധം നമ്മളെ ഭരിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഹ്യൂമിലിറ്റി വരാതിരിക്കുന്നത്? പാമ്പാക്കട നമസ്കാരത്തിലോ പ്രഭാത പ്രാർത്ഥനയിലോ പറയും, സ്വർഗസ്വനായ രാജാവേ, ഞാൻ അങ്ങയുടെ മുമ്പിൽ വന്ന് അങ്ങേ വന്ദിക്കുന്നു, അവിടത്തേക്ക് എതിരായി ഞാൻ ചെയ്ത പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്ന്. സ്വർഗസ്വനായ രാജാവിന്റെ കണ്ണുകൾ എപ്പോഴും എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് വിചാരിച്ചാൽ അതിന്റെ മുമ്പിൽ നാം എന്തുള്ളൂ? ഹ്യൂമിലിറ്റി തന്നെ വരും. ദാറ്റ്സ് വൺ. അങ്ങനെ നടന്ന ആൾക്കാരുണ്ട് ബൈബിൾ ഹിസ്റ്ററിയിൽ. എബ്രഹാം, നോവ, ഈനോക്ക്, ഇവരൊക്കെ ദൈവത്തോടു കൂടി നടന്നു, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ വാങ്ങിച്ചവരാ. രണ്ടാമത്, ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി. പിന്നെ ഹ്യൂമിലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ഏറ്റവും വലിയ അവസ്ഥ എന്താണെന്ന് അറിയാമോ? ജീവിതത്തിൽ അഡ്വേഴ്സ് ഇവന്റ്സ് ഇൻ ലൈഫ്, സഹനങ്ങൾ നമ്മളെ ഹംബിൾ ചെയ്യാനുള്ള ഏറ്റവും വലിയ വഴിയാണ്. സഹനങ്ങൾ വരുമ്പോൾ ഹൗ ഡു യു ടേക്ക് ഇറ്റ്? Adversities are a very humbling experience. Suffering is a humbling experience. Does that mean that we develop humility? That's why we need to be focusing on. അതിനകത്ത് ഒരു കീ പറയാനുള്ളത്, സഹനങ്ങൾ വരുമ്പോൾ എപ്പോഴും ഈ മുഖം കൊണ്ട് നമ്മൾ കൺട്രോൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ, കർത്താവിന്റെ ഇഷ്ടത്തിന് കീഴ്പ്പെട്ട് കൺട്രോൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സമാധാനം കിട്ടും. സകല ബുദ്ധിയും കവിയുന്ന സമാധാനം നമ്മളുടെ ഉള്ളിൽ വരും. അതാ കർത്താവ് പറയുന്ന ആശ്വാസം. രണ്ടാമത് പറയുന്ന ആശ്വാസത്തിൽ പറയുന്നുണ്ട്, എൻ്റെ മുഖം എടുത്ത് എന്നോട് പഠിച്ചുകൊള്ളുവാൻ പറയുന്നിടത്ത് പറയുന്നുണ്ട്, യു വിൽ ഫൈൻഡ് പീസ്, യു വിൽ ഫൈൻഡ് റെസ്റ്റ് എന്നാ പറയുന്നത്. ആ ഫൈൻഡ് ചെയ്യണമെങ്കിൽ നോക്കണമല്ലോ, ആ അന്വേഷിക്കുന്നത് അവനകത്ത് ഇംപ്ലോയ് ചെയ്തിട്ടുണ്ട്. സോ എപ്പോഴും അന്ന് എവറി ഡേ വെൻ യു ഗോ ത്രൂ സഫറിങ്, there's so much mercies that come your way. നമ്മൾ ഇല്ലാത്തതിനെ നമ്മൾ കാണരുത്. Do not think, why me? Why is this happening to me? Start to say, why not me? കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്തില് കഷ്ടപ്പാടുകളുണ്ട്, നിങ്ങൾ ധൈര്യപ്പെടുകയും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമുക്ക് വേണ്ടി ലോകത്തെ ജയിച്ചിരിക്കുന്നു. I am there. I sent my Holy Spirit, comforter, when I'm gone. ഇതെല്ലാം വാഗ്ദത്തങ്ങൾ തന്നിരിക്കുന്നത് ആ സമാധാനം നമ്മൾ കണ്ടെത്താൻ. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും ഓരോ ദിവസവും
അന്ന് നടന്ന നന്മയെക്കുറിച്ച് ഓർക്കുകയും അതിനുവേണ്ടി നന്ദി പറയുകയും ചെയ്യണം. എൻ്റെ ജീവിതത്തിൽ ഈ 7 വർഷത്തെ ഒരു യാത്രയിൽ ഒരുപാടുണ്ട്. സോ വൺ തിങ് ഐ വുഡ് ആസ്ക് യു ടു ഡു ഇസ് റീഡ് Psalm 136. യഹോവയെ സ്തുതിപ്പീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ലോങ് ആണ്. അത് ഇസ്രായേൽ മക്കളുടെ പ്രവാസ ചരിത്രത്തെ മുഴുവന് കടത്തിക്കൊണ്ടുപോയച്ച് നന്ദി പറയുന്നതാണ്. സോ റീഡ് ദാറ്റ് ആൻഡ് ആഡ് an addendum to it. Create a new version. നമുക്ക് നന്ദി പറയാനുള്ള കാര്യങ്ങൾ എഴുതി ചേർക്കാം. നമ്മുടെ ലൈഫിനെ റിവ്യൂ ചെയ്തിട്ട് നന്ദി പറയാനുള്ള കാര്യങ്ങൾ എഴുതിയ ആദ്യം തുടങ്ങിയ കാലം മുതൽ കർത്താവ് കൂടെ ഇരുന്ന് കൃപ വിട്ടുമാറാതിരുന്ന കാലങ്ങളെ കണ്ടിട്ട് അതിനു വേണ്ടി നന്ദി പറയുക. അതവിടെ എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് എല്ലാ ദിവസവും അത് കണ്ട് നന്ദി പറയുമ്പോൾ നമുക്ക് പിന്നെ പരാതിപ്പെടാൻ പറ്റില്ല. That's one. That's about gratitude. Seek humble company. നമ്മള് അൺഈക്വലി കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, നമ്മൾ അൺഈക്വലി യോക്ഡ് ആയിരിക്കരുത്. നമുക്ക് പറ്റിയ യോക്കിങ്ങേ പാടുള്ളൂ. ഓക്കെ, സോ ഹൂസ് യോക്ക് ആർ യു അണ്ടർ? കർത്താവിന്റെ യോക്കിന്റെ കീഴിലായിരിക്കണം. അതിൻ്റെ കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ നമുക്ക് പറ്റിയവരായിരിക്കണം. 101 സങ്കീർത്തനം വായിച്ച് ധ്യാനിക്കുക. 3, ലീഡ് എ ലൈഫ് ഓഫ് സെൽഫ് റിഫ്ലക്ഷൻ. എപ്പോഴും ഉള്ളിലേക്ക് നോക്കുന്നവരായിരിക്കണം. നമ്മെ തന്നെ ശോധന ചെയ്ത് എന്നിലെ ഇല്ലായ്മ കാണാൻ ആത്മദർശനം ഏകണം എന്ന് പ്രാർത്ഥിക്കുക. മാർ അപ്രേം, പരിശുദ്ധാത്മാവിന്റെ കിന്നരം എന്ന് പറയുന്ന മാർ അപ്രേമിന്റെ ഒരു മെമ്മറായി ഞാൻ വയ്ക്കാം. കർത്താവേ കറയില്ലാത്ത ഹൃദയമെനിക്കരുളിടണമേ, പിഴയധികാരം ചെയ്തതിനാൽ മുന്നേക്കാളതു വഷളായി. നാഥ കോപമടുക്കാതെ വൈരമടുത്തവനോടൊന്നും ഉണ്ടാകാത്തൊരു നിർമ്മലമാം ചിത്തമെനിക്കേ കീടണമേ. ആത്മശരീരങ്ങള നാശം ചെയ്യുമസൂയാദോഷമതും വാശിയുമറ്റൊരു നിർമ്മലമാം ചിത്തമെനിക്കേ കീടണമേ. അകമേ ചതിവാലോചിപ്പാൻ അന്യനെ ദുഷി ചൊല്ലിടാനും തുനിയാതുള്ളൊരു നിർമ്മലമാം ചിത്തമെനിക്കേ കീടണമേ. ഇനി ബാക്കി നിങ്ങൾ വായിച്ചോളൂ. പരിശുദ്ധാത്മാവിന്റെ കിന്നരം എന്ന് വിശേഷിച്ചും ഹ്യൂമിലിറ്റിയുടെ മകുട ഉദാഹരണമായി ഒരു ചെമ്മാച്ചൻ മാത്രമായിട്ട് ജീവിതം അവസാനിപ്പിച്ച ഒരു താപസ ശ്രേഷ്ഠൻ എഴുതിയത്. അപ്പം നമ്മൾ എന്തുമാത്രം പറയണം. സോ റീഡിങ്, having the orthodox way of life, a life of repentance and self-reflection. അത് മാത്രം മതിയോ? കർത്താവേ നിന്റെ മുഖം ഞാൻ ഏറ്റെടുത്തേക്കുന്നു, നിയന്ത്രിച്ചു എന്ന് പറഞ്ഞിച്ച് നമുക്ക് മിണ്ടാതിരിക്കാനോ? No, finding time, quiet time with the Lord, ask for help. കർത്താവാണ് അതിന്റെ മകളുടെ ഉദാഹരണം. വേറിട്ട് പോയി തിരുസന്നിധിയിൽ എന്നും പ്രാർത്ഥിച്ചു. അങ്ങനെയാ മനുഷ്യനായി ജീവിക്കാനുള്ള സ്ട്രെങ്ത് കണ്ടെത്തിയത്. സബ്മിറ്റ് ടു ദ വിൽ ഓഫ് ഗോഡ് കംപ്ലീറ്റ്ലി. അതിനും എക്സാമ്പിൾ നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. ഗെത്സമനയിലിരുന്ന് രക്തം വാർന്ന് വിയർപ്പ് രക്തമായി പ്രാർത്ഥിച്ച സമയത്ത് എന്തോ പറഞ്ഞേ? എങ്കിലും അവിടുത്തെ ഇഷ്ടം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഇഷ്ടത്തിന് കീഴ്പ്പെട്ടിട്ട്, why not me? If this is your will for me, don't leave me alone, be with me, be my counsel. ഓരോ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ കർത്താവിനോട് ചേർന്നിരിപ്പാനും കർത്താവിനോട് ഉപദേശം തേടാനും ശ്രദ്ധിക്കുക. മദർ തെരേസയുടെ ഹ്യൂമിലിറ്റി ലെസണിൽ 2-3 കാര്യങ്ങൾ എളുപ്പം വായിച്ചിട്ട് ഞാൻ നിർത്താം. Speak as little as possible about yourself. Keep busy with your own affairs, not of others. Avoid curiosity for others. Do not interfere with the affairs of others. Accept small irritations from others with good humor. Do not dwell on the faults of others. Give in to the will of others. Accept insults and injuries. Mother Teresa ഒരുപാട് insults എടുത്തിട്ടുണ്ട്. Accept contempt, begging. Be courteous.
delicate and even when provoked. Do not seek to be admired or loved. Do not protect yourself behind your own dignity. Given in discussions even when you are right. എപ്പോഴും നമ്മൾ ജയിക്കണമെന്നില്ല, വലിയ പാടാത്. Choose always the more difficult task. In summarizing, I know I'm probably exceeded time. നമ്മൾ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും നമ്മളെ ബേർഡൻസ് ലൈറ്റ് ആക്കുന്നത് എങ്ങനെയാണ്? അതിനുവേണ്ടി ബേർഡൻസ് എന്തുവാണ്? ബേർഡൻസ് ആർ യുവർ ഫിസിക്കൽ, യുവർ പ്രോബ്ലംസ് ഇൻ ലൈഫ്. ഇറ്റ് മേ ബി നമുക്ക് കർത്താവ് ഏൽപ്പിച്ചിട്ടുള്ള മുഖം ചിലപ്പം നമ്മുടെ വീട്ടിലെ പ്രയാസങ്ങളായിരിക്കും, ജീവിത പങ്കാളിയുടെ സ്വഭാവവിശേഷങ്ങളായിരിക്കും, അല്ലെ മക്കളുടെ കാര്യമായിരിക്കും, അല്ലെ രോഗാവസ്ഥയായിരിക്കും. എല്ലാവർക്കും എന്തെങ്കിലും ഉണ്ട്, എല്ലാവർക്കും ഓരോ ബേർഡൻസ് തന്നിട്ടുണ്ട്. And to accept that burden and go through that burden, being yoked to Christ, accepting his control, trusting in him completely, and seeking guidance daily. ഇതിനു വേണ്ടി നമ്മളെ സഹായിക്കുന്ന 2 ക്വാളിറ്റീസ് നമ്മൾ വളർത്തിയെടുക്കാനുള്ളതാണ് ജെന്റിൽനെസ് ഓർ മീക്ക്നെസ് ആൻഡ് ഹ്യൂമിലിറ്റി. ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്, തോമസ് അക്കംബിസ് എന്ന മംഗ എഴുതിയ ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള ടൈംലെസ് ക്ലാസിക് ബുക്കിൽ നിന്നുള്ള ഒരു പ്രാർത്ഥന വായിച്ചുകൊണ്ട്, കർത്താവിന്റെ വില്ലിന് സബ്മിറ്റ് ചെയ്യുന്ന ഒരു പ്രാർത്ഥന വായിച്ചുകൊണ്ട് ഇത് നിർത്താമെന്ന് കർത്താവ് ശരണപ്പെടുന്നു. Most kind Jesus, grant me your grace so that it may be with me and work with me and remain with me to the end. Grant me this always, to desire and to want what is most acceptable and pleasing to you. Let your will be mine, and let my will always follow yours and be in perfect accord with it. Let what I want always be what you want. Let me not want anything that you do not want. Grant that nothing in the world might be as important to me as you are. And for your sake, grant that I may serve you with deep humility and love, caring very little for recognition or honor. Grant above all else that I may rest in you and that my heart may find peace in you. You are the heart's true peace. You are its only rest. Apart from you, everything is hard and uneasy. Only in this peace that is you, highest and eternal good, do I find sleep and take my rest. Amen. കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറയാനുള്ളത്, കർത്താവിൻ്റെ കയ്യിൽ കർത്താവിൻ്റെ മുഖം ഏൽപ്പിച്ച് കംപ്ലീറ്റ് കൺട്രോൾ കർത്താവിന് കൊടുത്തു കഴിഞ്ഞാൽ you will definitely experience the peace that surpasses all human understanding. നമുക്കറിയത്തില്ല അത് എവിടെ നിന്നാണ് വരുന്നതെന്ന്, അത് അനുഭവിക്കുന്ന ഒരാളാണ് പറയുന്നത്. കർത്താവിന് കംപ്ലീറ്റ് ആയിട്ട് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ there is no clash. ഒരാളെ നിയന്ത്രിക്കുമ്പം നമ്മുടെ വില്ലും കർത്താവിൻ്റെ വില്ലുമായിട്ടുള്ള ക്ലാഷ് ഇല്ല. ആയതിന് നമ്മെ ഏവരെയും നമ്മുടെ യാത്രയിൽ അന്ത്യത്തോളം വിശ്വസ്തയോടെ പൊരുതി കർത്താവിൻ്റെ മുഖം ഏറ്റുവാങ്ങിക്കൊണ്ട് കർത്താവിൻ്റെ നമ്മളെ പറ്റിയുള്ള വില്ല് ഫോളോ ചെയ്യുവാനായിട്ട് കർത്താവ് നമ്മളെ ഏവരെ അനുഗ്രഹിക്കട്ടെ. ക്ഷമയോടെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഇന്നത്തെ ദിവസം അനുഗ്രഹീതമാക്കുവാനായി മഹത്തായ ഒരു സന്ദേശം വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ ലേഖനത്തിൽ നിന്നും സുവിശേഷത്തിൽ നിന്നും 11-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുകയാണ്. വളരെ വിശദമായി ധാരാളം കാര്യങ്ങൾ കോർത്തിണക്കി ഈ വിഷയം അവതരിപ്പിച്ചതിൽ കൊച്ചുമ്മയോടുള്ള പ്രത്യേകമായ സന്തോഷം അറിയിക്കട്ടെ. 613 കമാൻഡ്മെന്റ്സ് മോശയിലൂടെ ദൈവം തമ്പുരാൻ പഴയ നിയമത്തിൽ നൽകിയപ്പോൾ അതിനെ പഴയ നിയമ പുസ്തകം കൃത്യമായി ഡിഫൈൻ ചെയ്യുന്നത് ദീസ് ആർ ദ മൊസൈക് ലോ കണക്റ്റഡ് ടു ഇസ്രായേൽ ഗിവൺ ബൈ ഓൾമൈറ്റി ഗോഡ്. ഇതിന് ഒരു പുതിയ നിയമത്തിലെ ഉത്തരമാണ് ക്രിസ്തു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും.
ഇത് ലോകത്തിലെ ഒട്ടുമിക്കവാറും എല്ലാ സംസ്കാരങ്ങളും അംഗീകരിച്ച ഒരു തിരുവചന വേദഭാഗമാണ്. ക്രിസ്തുവിനെ അംഗീകരിക്കാത്തവർ പോലും, അക്രൈസ്തവർ പോലും ഈ ഒരു വേദഭാഗത്തെ, ഈ ഒരു ആശയത്തെ അംഗീകരിക്കുന്നുണ്ട്. ധാരാളം പുസ്തകങ്ങൾ അതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയ നിയമത്തിൽ നിയമങ്ങളിലൂടെ ഒരു നുകം ഇസ്രായേൽ ജനം ചുമക്കേണ്ടി വന്നുവെങ്കിൽ, പുതിയ നിയമത്തിൽ രണ്ടാമത്തെ ആദാമായി കടന്നു വരുന്ന ക്രിസ്തു പറയുന്നു, ഐ എം വിത്ത് യു, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. പക്ഷേ ദർ ഇസ് എ കണ്ടീഷൻ. എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ. ഈ ഒരു നേച്ചറിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴാണ് ക്രിസ്തു നമ്മളോടൊപ്പം ഉണ്ടാകുന്നത്. പക്ഷെ നമ്മുടെ ഒരു പ്രശ്നം, ലോകപരമായ വിദ്യാഭ്യാസവും ലോകപരമായ സമ്പത്തും കഴിവും പ്രതാപവും സൗന്ദര്യവും ലഭിച്ചു കഴിയുമ്പോൾ, ചുമ്മാ ഓർമ്മപ്പെടുത്തിയതുപോലെ തന്നെയാണ്, നമ്മൾ ക്രിസ്തുവിനോട് ഇതൊക്കെ പറയുമെങ്കിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ക്രിസ്തുവിനേക്കാളും വലുതാണ്. ചില സന്ദർഭങ്ങളിൽ ഐ ആം സംതിങ് ആൻഡ് ഐ ആം സോ ആൻഡ് സോ എന്നൊക്കെ നമുക്കങ്ങ് തോന്നും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ ക്രിസ്തു നമ്മളോടൊപ്പം നുകം ചുമക്കുവാൻ ഉണ്ടാകുമെന്ന് ക്രിസ്തു വാഗ്ദാനം ചെയ്യുന്നില്ല. അതിന് പകരം ഇഫ് യു ആർ ഹംബിൾ എന്നൊരു കണ്ടീഷൻ, താഴ്മയും സൗമ്യതയും ഉള്ളവനാകയാൽ, അതിലേക്ക് നമ്മൾ ഉയരുമ്പോൾ ക്രിസ്തു നമ്മളോടൊപ്പം ഉണ്ടാകും. അതുകൊണ്ട് ക്രൈസ്തവ ജീവിതത്തിന്റെ ആധ്യാത്മികതയിൽ ഒരു അൽമായനായാലും പുരോഹിതനായാലും മഹാപുരോഹിതനായാലും അവന്റെ ജീവിതത്തിൽ അനിവാര്യമായ അടിസ്ഥാനമായ കാര്യമാണ് ഈ പറഞ്ഞ രണ്ട് കാര്യം. അതുള്ളപ്പോൾ ക്രിസ്തു നമ്മളോടൊപ്പം, നമുക്ക് മുമ്പേയും മധ്യത്തിലും നമ്മുടെ എല്ലാ ജീവിത മേഖലകളിലും ക്രിസ്തു നമ്മളോടൊപ്പം ഉണ്ടാകും. ആ ഒരു നുകം സ്വീകരിപ്പാൻ ദൈവം ഭാഗ്യം തരട്ടെ. ഒപ്പം ദ നീഡ് ഓഫ് സ്പിരിച്വൽ റെസ്റ്റ് എന്നൊരു കൺസെപ്റ്റും ഈ വേദഭാഗത്തിലൂടെ മത്തായി ശ്ലീഹ നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു, സമയം ഒത്തിരി മുമ്പോട്ട് പോയതുകൊണ്ട്. ഇങ്ങനെ ഒരു കർമ്മം ചെയ്തതിൽ കൊച്ചമ്മയോടുള്ള പ്രത്യേകമായ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കട്ടെ.